വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളോടെ രൂപീകരിച്ച റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന യൂത്ത് സ്കിൽ ഡെവലപ്മെന്റ് കോൺക്ലേവ് കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ ആരംഭിച്ചു. ഇന്നും നാളെയുമാണ് വിദ്യാഭ്യാസ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ് യൂത്ത് സ്കിൽ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. നൈപുണ്യ വികസനത്തിൽ ഊന്നിയ വർക്ക്ഷോപ്പ്, എക്സിബിഷൻ, അക്കാദമിക് വിദഗ്ധരുടെ ക്ലാസുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ ഇന്നും നാളെയുമാണ് പരിപാടി. NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം മനസ്സിലാക്കി എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആർഷഭാരത സംസ്കാരം, നമ്മുടെ ഋഷിമുനികളുടെ ആ വിദ്യാഭ്യാസ സമ്പ്രദായം, ഗുരുകുല സമ്പ്രദായ പ്രകാരം എന്ത് കാര്യവും ഫസ്റ്റ് യു എക്സ്പെരിമെൻറ്റ്, ദെൻ യു ഗെറ്റ് എക്സ്പീരിയൻസ്, അനുഭവം, എന്നാൽ മാത്രമേ എഡ്യൂക്കേഷൻ ഉള്ളൂ. ഉദ്ഘാടന ചടങ്ങിൽ ബൽദോ ദേവാങ്കൻ, MP രമേശ്, MMK ബാലാജി തുടങ്ങിയവർ പങ്കെടുത്തു. പഠനത്തോടൊപ്പം തൊഴിൽ ലഭിക്കാൻ സഹായകമായ ടെക്നിക്കൽ വിദ്യാഭ്യാസം ഇതുവഴി ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ട്രസ്റ്റി UP ഏകനാഥൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് നമ്മൾ പറയുന്ന ഒരു ജോബ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്നത് ഡോക്ടർ, എഞ്ചിനീയർ അല്ല. അതിനപ്പുറത്ത് സ്കിൽഡ് വൈറ്റ് കോളർ ജോബ്സും അതേപോലെ തന്നെ ഏതൊരു ആവറേജ് ഓർ എന്ന് നമ്മൾ അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളുന്ന കുട്ടികൾക്ക് പോലും അവരുടേതായ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ കണ്ടെത്തി അവ വികസിപ്പിച്ച് അനുയോജ്യമായ ജോലികളിലേക്ക് അവരെ എത്തിക്കുക. നമ്മുടെ മലയാളികളായ കുട്ടികൾ സമർത്ഥരായ കുട്ടികളാണ്, പക്ഷെ അത് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. NIT, NSTI തുടങ്ങിയ സ്ഥാപനങ്ങളിലെ നൂതന സ്കിൽ കോഴ്സുകൾ, ഇൻഫോസിസ് നയിക്കുന്ന ടെക്നോളജി ട്രെയിനിങ് കോഴ്സുകൾ തുടങ്ങിയവയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷകൾക്കുള്ള വിദഗ്ധ നിർദ്ദേശങ്ങളും പരിപാടിയിൽ ഉണ്ടാകും. 30ഓളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.